കാണിക്കേ ഒന്ന് അടുത്ത് കാണിക്കാം. പക്ഷേ അടിപൊളി മീനാണ് കിട്ടിയിരിക്കുന്നത്. വലിയൊരു സൈസ് മീൻ. മീൻ അത്യാവശ്യം ഉണ്ട് നമുക്ക്. നമുക്കേ ഇതുപോലെ കാണിക്കോട്ടെ. വലിയൊരു മീനാണ് കിട്ടിയിരിക്കുന്നത്. അതാരെ പിടിച്ചത്? മീന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കയറാവുന്നില്ല. ഇന്ന് ഉറങ്ങൂല. പറയേ കുറച്ച് നേരെ നോക്കലോട്ട് മൂപ്പരെ ഹുക്കിംഗ് ഇന്നത്തെ മീൻപിടുത്തം തീർന്നു. നൈറ്റ് ഫിഷിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇരുട്ടായതുകൊണ്ട് പിന്നെ സമയമായി. ഇനി പോയിട്ട് വേണം നമ്മൾ ബാർബിക്യൂ ചെയ്യാനുള്ളത്. എല്ലാം കഴിഞ്ഞു. അപ്പോൾ തിരിച്ചു പോവാണ്. നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, താങ്ക് യു. ഫിഷിംഗ് കഴിഞ്ഞു. നൈറ്റ് ഫിഷിംഗ് കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം മീനുകൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോവാണ്. പോയിട്ട് ബാർബിക്യൂ ചെയ്യാനുള്ളതാണ്. ഓക്കെ ഗൈസ്, ബൈ. നൈറ്റ് ഫിഷിംഗ് കഴിഞ്ഞിട്ട് തിരിച്ച് ഐലൻഡിലേക്ക് കയറുകയാണ്. കുറച്ചധികം ടയേർഡായിട്ടുണ്ട്. കാരണം കുറേ മീനുകൾ പിടിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ച് തന്നെ ക്ലീൻ ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ട്. ഇവിടെ ക്ലീൻ ചെയ്ത് അങ്ങനെ നേരെ കൊണ്ടുപോയിട്ട് ബാർബിക്യൂ ചെയ്യാനാണ് പ്ലാൻ. എന്തായാലും എത്തിയിട്ടുണ്ട്. നമ്മൾ ഐലൻഡിലെത്തി. ഇനിയിപ്പോൾ നമ്മളിവിടെ ഇവിടെ ഇവിടെ നിർത്തിയതിന് ശേഷം മീനൊക്കെ വൃത്തിയാക്കി ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റപ്പ് തുടങ്ങാണ്. എൻ്റെ എത്തി അവിടെ നിറയെ ബോട്ടുകളും എല്ലാ കാര്യങ്ങളുണ്ട്. അല്ലല്ല ഇവിടെ എത്തിയിട്ടുണ്ട്. ബോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ട് കെട്ടിവെക്കാനുള്ള കയറെടുക്കാൻ പറഞ്ഞാണ്. എത്തി ബോട്ട് സ്റ്റോപ്പ് ആക്കാൻ പോവാണ്. ബോട്ട് കെട്ടിവെക്കാൻ വേണ്ടി കയറെടുക്കാനാണ് പറയുന്നത്. കയറെടുത്തിട്ടുണ്ട്. കപ്പിയാണ് ഡയറക്ഷൻ കൊടുക്കുന്നത് കെട്ടാൻ വേണ്ടി. ഇതാക്കി ഇനി നമ്മൾ കയറെടുത്ത് കഴിഞ്ഞു. ഇനി അത് ഇവിടെ കെട്ടാൻ വേണ്ടി പോവാണ്. കെട്ടിക്കഴിഞ്ഞു. ഇനി കരക്കടിപ്പിക്കാണ്. അങ്ങനെ ഇന്നത്തെ യാത്ര സക്സസ്ഫുള്ളായി. കപ്പി എല്ലാവരും ഉണ്ട്. ഞങ്ങൾ നിർത്താൻ പോവാണ്. സ്റ്റോപ്പ് ചെയ്തു. ഡയറക്ഷൻ മാറ്റിയാണ്. ഡയറക്ഷൻ മാറ്റുന്നുണ്ട്. കഴിഞ്ഞു. ഇതാ കയറെടുത്ത് കെട്ടുകയാണ്. അപ്പുറത്തെ കൊണ്ടുവന്ന് കെട്ടുകയാണ്. കെട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ വലിച്ച് അതെടുത്ത് കപ്പി വരുന്നുണ്ട്. എത്തിയിട്ടുണ്ട്. അദ്ദേഹം കയറൊക്കെ പിടിച്ചിട്ടുണ്ട്. കെട്ടി കഴിഞ്ഞു. ചില്ലറ കുഴപ്പമൊന്നുമില്ല.
കെട്ടിക്കഴിഞ്ഞു. കെട്ടിയിട്ട് കഴിഞ്ഞു. ബസ് അതിൽ മുറുക്കി കഴിഞ്ഞു. ഇനി അത് സൈഡിലേക്ക് മെല്ലെ വലിച്ച് എടുക്കാം. അവിടെയും കെട്ടിക്കഴിഞ്ഞു. ഇനി അത് മെല്ലെ തിരിച്ചെടുക്കുക. ബോട്ട് കരക്കടുപ്പിച്ചു. ബോട്ട് അടുപ്പിച്ചു കഴിഞ്ഞു. ഇനി വലിച്ച് കയറുകയാണ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി പോരത്ത് മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങിയോ അതേപോലെ തന്നെ മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം എടുത്ത് വെച്ചു. ഇതാണ് നമ്മളെ പിടിച്ച മീൻ. എല്ലാം ഇവിടേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ മീനുകളുണ്ട് ഇവിടെ. എറിയാണ്. Yeah. Who got this one? വലിയൊരു മീൻ തന്നെയാണിത്. എല്ലാ മീനും ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. മാഷ് മാറി കപ്പി എടുത്തിട്ടാണ്. ജോ മോൻ, ജിത്തു മോൻ, വിപിൻ സാർ, പ്രദീപ് സാർ. ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്തു. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ചേട്ട കത്തിച്ചു. ഇനിയിപ്പോൾ അടുത്തത് നൗഷാദ് ബ്രദർ പറഞ്ഞ ഫയർ ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കണ്ടീഷൻ അറിയില്ല. എല്ലാവരും ഉണ്ട് ഇവിടെ. ബാർബിക്യൂന് തീ റെഡി ആയിട്ടുണ്ട്. നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്. മസാല റെഡിയാക്കി മീനെല്ലാം അപ്ലൈ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഗ്രില്ലിലിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തീരിക്കെടുത്ത് വെച്ചാൽ മാത്രം മതി. നമ്മൾ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഗ്രില്ലെടുത്ത് ഇതിന് മുകളിൽ വയ്ക്കുക. അത് മാത്രമേ ഉള്ളൂ. എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഇവിടെ. ഇത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. സൂപ്പർ. ഒരിടം പോവില്ല. വലിച്ചവർ പോകും. ഇങ്ങോട്ടോ കുറച്ചിങ്ങോട്ട് എത്തി. ആദ്യത്തെ ഗ്രില്ല് വെച്ച് കഴിഞ്ഞു. ആദ്യത്തെ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഗ്രില്ല് റെഡിയാക്കി. ഇത് മൂന്നാമത്തെയാണ്. നോക്കാം. ഇത് വെച്ചു. രണ്ടാമത്തെ വെച്ചു. രണ്ടാമത്തെ വെച്ചിട്ടുണ്ട്. സാർ കൈ പത്തുന്നു. രണ്ടാമത്തേത് അത്ര ചൂടാണ്. നമുക്ക് ഗ്രില്ല് തന്നെ വെക്കാനുള്ള ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. യെസ്, എല്ലാം മൂന്നെണ്ണം അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് നമുക്ക് നോക്കാം. അത്രയും ഹീറ്റാണിത്. ഇവിടെ നമ്മൾ ഏകദേശം വന്നിട്ടുണ്ട്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. 2 മസാലയാണുള്ളത്. ഒന്ന് വന്ന് ആന്ധ്ര സ്റ്റൈൽ മസാലയാണ്. അടുത്തത് നമ്മുടെ നാട്ടിലത്തെ ഒരു മസാലയാണ്. പച്ചമുളക് വെച്ചിട്ടുള്ള മസാലയാണ്. മറ്റേത് മുളക് പൊടി ഇട്ടിട്ടുള്ളത്. നോക്കാം എങ്ങനെയാണ് ടേസ്റ്റ് എങ്ങനെയാണ്. ഒരുവിധം വെന്തിട്ടുണ്ട്. നമുക്ക് കഴിക്കാനുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചിക്കനാണ്, ഫിഷാണ്. ഇനിയിപ്പോൾ ചിക്കനും കൂടെ ഉണ്ട്. ചിക്കൻ, പിന്നെ മന്തി, പിന്നെ ഫിഷ്, ചപ്പാത്തി ഒക്കെയാണ് ചെയ്യുന്നത്.